الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له اللهم لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك اللهم لا نحصي ثناء عليك أنت كما أثنيت على نفسك ولك الحمد حتى ترضى وصلى الله وسلم على سيدنا محمد وعلى آله وأصحابه ومن اهتدى بهديه وجاهد في سبيله إلى يوم الدين أيها الناس أوصيكم عباد الله بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذين آتيناهم الكتاب يعرفونه كما يعرفون أبناءهم وإن فريقا منهم لكاذبون وإن فريقا منهم ليكتمون الحق وهم يعلمون الحق من ربك فلا تكونن من الممترين صدق الله العلي العظيم. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ടും ഭയന്നുകൊണ്ടും അവൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ടും ശ്രദ്ധയോടുകൂടി അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്നുള്ള സുപ്രധാനമായ ചില വശങ്ങളിലൂടെയാണ് നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിൽ വന്ന് ഇസ്ലാമിൻ്റെ ദഅവത്തുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ എന്തെല്ലാം സുപ്രധാനമായ ചുവടുവെപ്പുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ചെയ്തത്, ഏത് രൂപത്തിലുള്ള പ്രതികരണമാണ് സമൂഹത്തിൽ അതിന് ഉണ്ടായത്, തിരുമേനിക്ക് നേരിടേണ്ടി വന്ന സാഹചര്യങ്ങളും പശ്ചാത്തലങ്ങളും ചുറ്റുപാടുകളും എന്തായിരുന്നു, ഈ വിഷയങ്ങളെ സംബന്ധിച്ചാണ് നാം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാം മനസ്സിലാക്കിയതുപോലെ മദീനയിലെ വളരെ സുപ്രധാനമായ ഒരു മതവിഭാഗമായിരുന്നു ജൂതന്മാർ. അറബി ഗോത്രങ്ങളെ കഴിച്ചാൽ ബഹുദൈവ വിശ്വാസികളും ബിംബാരാധകന്മാരും ജാഹിലിയ വിശ്വാസങ്ങൾ വെച്ചു പുലർത്തുന്നവരുമായ അറബി സമൂഹത്തെ കഴിച്ചാൽ പിന്നെ മദീനയിലെ ഏറ്റവും വലിയ മതവിഭാഗം ജൂതന്മാരാണ്. പ്രഗത്ഭരായ പല ഗോത്രങ്ങളും ജൂതഗോത്രങ്ങളായി മദീനയിലുണ്ട്. ബനു നദീർ ഗോത്രം, അതുപോലെ ബനു ഖൈനുഖാഅ ഗോത്രം, ഇങ്ങനെ പല ഗോത്രങ്ങളും, ബനു ഖുറൈള ഗോത്രം, ഇങ്ങനെയുള്ള പല ഗോത്രങ്ങളും മദീനയിലാണ് താമസിക്കുന്നത്. നല്ല ശക്തിയുള്ള, ആൾബലമുള്ള, സാമ്പത്തിക ശേഷിയുള്ള വിഭാഗങ്ങളാണ് അവരെല്ലാവരും. മാത്രമല്ല, ഈ അറബി സമൂഹങ്ങൾ ബഹുദൈവ വിശ്വാസികളും പാരമ്പര്യമായ പ്രാചീന ജനവിഭാഗം എന്ന് കരുതുന്നവരുമായ അറബികൾ അവർ തന്നെ ഈ ജൂതന്മാരിലേക്ക് നോക്കിയിരുന്നത് വലിയ ആദരവോടും ബഹുമാനത്തോടും കൂടിയായിരുന്നു. അവരാണ് വിജ്ഞാനത്തിൻ്റെയും വേദഗ്രന്ഥങ്ങളുടെയും ആളുകൾ എന്ന വിശ്വാസം അവർക്കുണ്ടായിരുന്നു. നമ്മുടെ പുരാണ ഇന്ത്യയിൽ ബ്രാഹ്മണ സമൂഹത്തിനുള്ള ഒരു മേധാവിത്വം, ആ രൂപത്തിലുള്ള ഒരു മേധാവിത്വമാണ് മദീനയിലെ ജൂതന്മാർക്ക് ഉണ്ടായിരുന്നത്. മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം ജൂതന്മാരുടെ വിശ്വാസവും അങ്ങനെ തന്നെയാണ്. അവരൊക്കെ വളരെ താഴ്ന്നവരും അധകൃതരും പിന്നാക്കം നിൽക്കുന്നവരും, ഞങ്ങൾ വളരെ ഉയർന്നവരും ഉന്നതന്മാരും എന്നുള്ള ഒരു ചിന്ത ജൂതന്മാർക്കും ഉണ്ടായിരുന്നു.
ഈ സാഹചര്യത്തിലാണ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിന്റെ സന്ദേശവുമായി കൊണ്ട് മദീനയിലേക്ക് വരികയും പ്രമുഖമായ ഔസ് ഖസ്റജ് ഗോത്രത്തിലെ പ്രധാനികളായ ആളുകളൊക്കെ ഇസ്ലാം സ്വീകരിക്കുകയും അങ്ങനെ ഇസ്ലാം ഒരു നല്ല ഒരു ശക്തി എന്നുള്ള രൂപത്തിൽ മദീനയിൽ വേരുറക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിത്തീരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്നുകൊണ്ട് സ്വീകരിച്ച നിലപാട് ഒരു ബഹുസ്വര സമൂഹത്തിൽ ഇസ്ലാമിന് എങ്ങനെ മറ്റുള്ള ജനസമൂഹങ്ങളുമായിട്ട് ഒത്തിണങ്ങി പോവാൻ സാധിക്കും എന്നതിൻ്റെ ഏറ്റവും മികച്ച ഒരു മാതൃകയാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുയായികളെയും തന്റെ ആളുകളെയും വേറെ സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തി അവരുടെ കാര്യങ്ങൾ മാത്രം നോക്കുക, അവരോട് മാത്രം പ്രബോധനം ചെയ്യുക അല്ലെങ്കിൽ സംബോധനം ചെയ്യുക, അങ്ങനെ അവരുടെ ഒരു നേതൃത്വം അംഗീകരിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുക, അങ്ങനെയുള്ള ഒരു നിലപാട് അല്ല സ്വീകരിച്ചത്. നേരത്തെ നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഈ മദീനയിലെ ജനസമൂഹത്തെ ഒന്നിച്ച് നിർത്തുകയും അവരെല്ലാവരും ഒരു ഉമ്മത്താണ് എന്നുള്ള രീതിയിൽ അവരെ കാണുകയും ആ രൂപത്തിലുള്ള ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവാൻ പ്ലാനിടുകയുമാണ് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് എന്ന് നമുക്ക് കാണാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരും ജൂതന്മാരും ഒരു ഉമ്മത്താണ്, ഒരു സമൂഹമാണ് എന്ന് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമേ പ്രഖ്യാപിച്ചു. എന്ന് പറഞ്ഞാൽ നിലവിലുള്ള നമ്മുടെ ഭാഷയുടെയും നിലവിലുള്ള നമ്മുടെ ആശയങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഒരേ ഒരു രാഷ്ട്രത്തിലെ തുല്യമായ പൗരാവകാശങ്ങളുള്ള പ്രജകളാണ് എന്ന പ്രഖ്യാപനമാണ് ഇതിലൂടെ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തുന്നത്. നമ്മൾ തമ്മിൽ വേർതിരിവില്ല. നമ്മൾ തമ്മിലുള്ള പൗരാവകാശങ്ങൾ, ജനാധിപത്യപരമായ അവകാശങ്ങൾ, ഈ അവകാശങ്ങളെല്ലാം എല്ലാവർക്കും സമമാണ്. മുസ്ലിമീങ്ങൾക്കും ജൂതന്മാർക്കും എല്ലാവർക്കും സമമായ രീതിയിലാണ് ഈ നാട്ടിനെ സംബന്ധിച്ചിടത്തോളമുള്ള പൗരാവകാശങ്ങൾ ഉള്ളത് എന്ന പ്രഖ്യാപനമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി നടത്തുന്നത്. അതേപോലെ തന്നെ ഉച്ചനീചത്വങ്ങൾ കൽപ്പിക്കാതെയുള്ള ഒരു നിലപാട്, താഴ്ന്നവന് ഉയർന്നവൻ, സവർണൻ അവർണൻ, ഇങ്ങനെയുള്ള ഉച്ചനീചത്വങ്ങളുടെ എല്ലാം ആ ഉച്ചനീചത്വങ്ങൾക്ക് വളരെ കുപ്രസിദ്ധമായ കാലഘട്ടമാണത്. വേണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തന്നെയും തന്റെ അനുയായികളെയും ഒക്കെ വേറെ ഒരു രീതിയിൽ അവതരിപ്പിക്കാമായിരുന്നു. മറ്റുള്ളവരുടെ എല്ലാം തന്നെ ശക്തിയേക്കാൾ മികച്ചു നിൽക്കുന്ന ഒരു നിലപാട് തനിക്കുണ്ടായപ്പോൾ അവരോട് രണ്ടാംകിട പൗരന്മാർ എന്നുള്ള രൂപത്തിൽ പെരുമാറാമായിരുന്നു. അന്നത്തെ സാമൂഹികമായ അന്തരീക്ഷം വെച്ചുകൊണ്ട് അതൊരു മോശമായ നിലപാടാണ് എന്നോ പാടില്ലാത്ത ഒരു നയമാണ് എന്നോ ആരും പറയുകയില്ല. കാരണം എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ സമൂഹങ്ങളുടെയും നിലപാടുകൾ അതേ രീതിയിലുള്ളതുമാണ്. പക്ഷേ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിൻ്റെതായ ആ തനിമ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഉച്ചനീചത്വങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ളവരെ താഴ്ന്നു കാണുന്ന രീതിയോ ഒരിക്കലും ഇസ്ലാമിന് യോജിച്ചതല്ല എന്ന ഒരു പാഠമാണ് അവരെ പഠിപ്പിച്ചത്. എല്ലാ മനുഷ്യരെയും ഒന്നായി കാണുന്ന, ഒരേ ഒരു മാതാപിതാക്കന്മാരുടെ സന്താനങ്ങളായിക്കൊണ്ട് കാണുന്ന, മാത്രമല്ല ജൂതന്മാരുടെ പ്രഖ്യാപിത അല്ലെങ്കിൽ അവർ അങ്ങേയറ്റം ബഹുമാനിക്കുന്ന എല്ലാ പ്രവാചകന്മാരെയും ആ പ്രവാചകന്മാരുടെ പൈതൃകങ്ങളെയും ഒക്കെ അംഗീകരിക്കുന്ന, അതിനെല്ലാം തന്നെ ആദരവും ബഹുമാനവും കൽപ്പിക്കുന്ന തരത്തിലുള്ള ഒരു നിലപാടാണ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നീതിപൂർവമായ പെരുമാറ്റം എല്ലാവരോടും. ആര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ വരികയാണ് എങ്കിലും, ആര് തിരുമേനിയോട് ഒരു വിഷയം അവതരിപ്പിക്കുകയാണ് എങ്കിലും, അവർക്കിടയിൽ ഉണ്ടാകുന്ന ഏത് കുഴപ്പങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കാനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിക്കുകയാണ് എങ്കിലും, മുസ്ലിമീങ്ങളോട് ഒരു നിലപാട്, അമുസ്ലിമീങ്ങളോട് വേറെ നിലപാട്,
തന്റെ അനുയായികളോട് പ്രത്യേകമായ ഒരു മമത, മറ്റ് ജൂതന്മാരും അല്ലെങ്കിൽ മറ്റ് മതവിശ്വാസികളുമായ ആളുകളോട്, കാഫറുകളോ മുശ്രിക്കുകളോ ആയ വിഭാഗത്തോട് വേറെ ഒരു നിലപാട്, ഇങ്ങനെ വ്യത്യസ്തമായ അളവുകോലുകൾ വെക്കുന്ന ഒരു നിലപാട് ഒരിക്കലും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഈ അടിസ്ഥാനത്തിലാണ് ആ സമൂഹത്തെ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നായി കണ്ടത്. ഓരോരുത്തർക്കും അവരവരുടെ മതങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കാനുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യം. ഈ യഹൂദി ദീനുഹും വലിൽ മുസ്ലിമീന ദീനുഹും, ജൂതന്മാർക്ക് അവരുടെ ദീന്, മുസ്ലിമീങ്ങൾക്ക് അവരുടെ ദീൻ. അപ്പോൾ വിശ്വാസ സ്വാതന്ത്ര്യം അംഗീകരിച്ചു കൊടുക്കുന്നു, ജനാധിപത്യപരമായ മൗലികാവകാശങ്ങൾ അകവച്ചു കൊടുക്കുന്നു, ഉച്ചനീചത്വങ്ങളോ പരസ്പര വിരോധമോ അത് തുടച്ചു നീക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, എല്ലാവരെയും ഒരേ രാഷ്ട്രത്തിന്റെ പൗരന്മാരായും ഒരേ ഒരു ഉമ്മത്തുമായി കൊണ്ട് കാണുന്നു. ഇങ്ങനെയാണ് മറ്റ് മതസ്ഥരുമായി കൂടിക്കലർന്ന് ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ ഇസ്ലാമിൻ്റെതായ സംസ്കാരം എന്ന് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മദീനയിലെ ജീവിതത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ നിലപാട്. ഇസ്ലാം വളരെ സങ്കുചിതമായി മറ്റുള്ളവരോടെല്ലാം തന്നെ വിദ്വേഷവും ശത്രുതയും വെച്ചു പുലർത്തുന്ന ഒരു മതമാണ് എന്നും അതിന്റെ കീഴിൽ മറ്റുള്ളവർക്ക് അവരുടെ വിശ്വാസങ്ങളോ അല്ലെങ്കിൽ അവരുടേതായ മത രീതികളോ അവലംബിച്ചുകൊണ്ട് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കുകയില്ല എന്നും ബലം പ്രയോഗിച്ചുകൊണ്ട് സ്വന്തം വിശ്വാസവും ആദർശവും മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ആ ഒരു നിലപാടാണ്, പ്രകൃതമാണ് ഇസ്ലാമിനുള്ളത് എന്നുമുള്ള പ്രചാരണങ്ങൾ തികച്ചും തെറ്റാണ് എന്നും അതിന് ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ല എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനയിലെ ഈ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്നുകൊണ്ട് ഇസ്ലാമിന്റെ ദഅവത്തും പ്രബോധനവും നിർവഹിച്ച് തന്റെ അനുയായികളെ ആ സംസ്കാരത്തിൽ ഊട്ടി വളർത്തി തന്റെ ദീനിന്റെ ദഅവത്തുമായി പ്രബോധനവുമായി കൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് നമുക്ക് ഒരു വശത്ത് കാണാൻ സാധിക്കുന്നത്. എന്നാൽ അതേ അവസരത്തിൽ ഈ പ്രവാചകനോടും ഈ മുസ്ലിം സമൂഹത്തോടും മറ്റുള്ളവർ സ്വീകരിച്ച നിലപാട് ഇത്ര ഉദാരമായിരുന്നില്ല. ഈ രൂപത്തില് വിശാലമായ ഒരു കാഴ്ചപ്പാട് അവർക്ക് ഉണ്ടായിരുന്നില്ല. നേരെ മറിച്ച് ഇത് തങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടേതായ ആ മേധാവിത്വത്തിന് സംഭവിക്കുന്ന ഒരു അടിയാണ് എന്നവർ തിരിച്ചറിഞ്ഞു. കാരണം അവരെ വിജ്ഞാനത്തിന്റെയും സംസ്കാരത്തിന്റെയും നാഗരികതയുടെയും ഒക്കെ ആളുകൾ എന്നുള്ള രൂപത്തില് ആ രൂപത്തിലുള്ള ഒരു അഹങ്കാരം അവർക്ക് തന്നെ ഉണ്ടായിരുന്നു, ജൂതന്മാർക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ നഹനു ഷഅബുല്ലാഹിൽ മുഖ്താർ, ഞങ്ങൾ ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട വിഭാഗമാണ് എന്നവർ സ്വയം വാദിക്കുകയും അഹങ്കരിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. ഇത് പ്രാചീനമായ സമൂഹങ്ങളിലൊക്കെ ചില വിഭാഗങ്ങൾ അവരവരെ സംബന്ധിച്ച് വെച്ചു പുലർത്തുന്ന ചിന്തയാണ് എന്ന് നമുക്ക് കാണാം. ബ്രഹ്മാവിനെ ഞങ്ങളെ സൃഷ്ടിച്ചത് ഏറ്റവും ഉന്നതമായ രീതിയിലാണ് എന്ന് വിശ്വസിക്കുന്ന ബ്രാഹ്മണ സമൂഹങ്ങളെ നമുക്ക് കാണാം. വെള്ളക്കാരായ ആളുകൾക്ക് ജനിതകമായി തന്നെ ഒരു മേധാവിത്വവും ഒരു പ്രാധാന്യവും ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന വെള്ളക്കാരെയും നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെയുള്ള ഒരു വിശ്വാസം ജൂതന്മാരിലും ഉണ്ടായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ധരിച്ചിരുന്നത് ഞങ്ങൾ ദൈവത്തിന്റെ ഏറ്റവും അടുത്ത തെരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും ശ്രേഷ്ഠമായ വിഭാഗം എന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെല്ലാം തങ്ങളുടെ താഴേക്കിടയിലുള്ളവരാണ് എന്നും അവരുടെ ഒരു ദാസ്യമോ അല്ലെങ്കിൽ പരിചരണമോ ഞങ്ങൾക്ക് ലഭിക്കണം എന്നുമുള്ള ഒരു വിശ്വാസവും അവർക്കുണ്ടായിരുന്നു. അപ്പോൾ ഈ വിഭാഗത്തിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരികയും അവരെ വിദ്യാഭ്യാസം നൽകി, വിജ്ഞാനം നൽകി, സംസ്കാരം നൽകി, ജീവിത രീതികൾ പഠിപ്പിച്ച്, അതുപോലെ തന്നെ മൂല്യങ്ങൾ അവർക്ക് കൊടുത്ത്, ധർമ്മങ്ങൾ അവരെ പഠിപ്പിച്ച് അങ്ങനെ ഉയർത്തിക്കൊണ്ടുവരികയും അവർ പ്രത്യേകമായ ഒരു മാനസികമായ ഉയർച്ചയും അഭിവൃദ്ധിയും പ്രാപിക്കുകയും ഒക്കെ ചെയ്യുന്നത് തങ്ങളെ സംബന്ധിച്ചിടത്തോളം ദോഷകരമാണ് എന്ന് ജൂതന്മാർ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും ഈ വളർന്നു വരുന്ന ഇസ്ലാമിക ശക്തിയോടും ഒരേ തരത്തിലുള്ള വൈരാഗ്യവും തീക്ഷ്ണമായ
ശത്രുതാ മനസ്സും അവർ വെച്ചു പുലർത്തുകയും ചെയ്യാറുണ്ടായിരുന്നു. അപ്പൊ ആ രീതിയിൽ എങ്ങനെയാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ദുഷ്കീർത്തികൾ ഉണ്ടാക്കുക, ഏത് രൂപത്തിലാണ് അതിന്റെ വളർച്ചയെ തടയുക, എങ്ങനെയാണ് തങ്ങൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ പ്രത്യേകതകളും സവിശേഷതകളുമൊക്കെ നിലനിർത്തുക, ഇതിനെ സംബന്ധിച്ചിടത്തോളം അവർ വളരെയേറെ ചിന്തിക്കുകയും ആ രൂപത്തിലുള്ള നയനിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പൊ ഈ രൂപത്തിൽ പല നീക്കങ്ങളും അവർ നടത്തുന്നത് നമുക്ക് മദീനയുടെ ആ ചരിത്രത്തെ പരിശോധിച്ചാൽ കാണാൻ സാധിക്കുന്നതാണ്. ഒന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും മുസ്ലിമീങ്ങളുടെയും ഒക്കെ ഉയർച്ചക്കും അവരുടെ ഈ പുരോഗതിക്കുമെല്ലാം കാരണമായി തീർന്നത് അവർ മനസ്സിലാക്കി അറബികൾക്കിടയിൽ ഉണ്ടായ ഐക്യമാണ്. ഔസ് ഗോത്രവും ഖസ്റജ് ഗോത്രവും തമ്മിലുണ്ടായ ആ ശത്രുതയൊക്കെ അവസാനിച്ച് അവര് റസൂലിന്റെ അനുയായികളായിക്കൊണ്ട് മാറുകയും ഏകോദര സഹോദരന്മാരായിട്ട് മാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. മദീനയിലേക്ക് മക്കയിൽ നിന്ന് വരുന്ന ആളുകൾ ആ ആളുകളെ ഉൾക്കൊള്ളുകയും സ്വീകരിക്കുകയും ചെയ്യുന്നതിൽ സ്വന്തം സഹോദരന്മാരെക്കാൾ കൂടുതൽ പ്രാധാന്യം അവർക്ക് നൽകുന്ന രീതിയിലുള്ള ഒരു ഇസ്ലാമിക സാഹോദര്യം ഈ വിഭാഗത്തിൽ കാണാൻ സാധിക്കുന്നു. അപ്പൊ ഈ ഒരു ഐക്യവും അവർക്കിടയിലുള്ള ഹൃദയത്തിൻ്റെതായ ഈ ഒരു ബന്ധവുമാണ് ഈ വിഭാഗത്തെ കൂടുതൽ ശക്തമാക്കി തീർക്കുന്നതും അവരുടെ ഉയർച്ചയ്ക്ക് കാരണമായി തീരുന്നതും എന്ന് അവർ മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് കിട്ടുന്ന സന്ദർഭങ്ങളെല്ലാം അവരിൽ അനൈക്യമുണ്ടാക്കി തീർക്കാനും അവരെ പരസ്പരം തമ്മിലെടുപ്പിക്കാനും വേണ്ടി ജൂതന്മാർ ശ്രമിക്കുമായിരുന്നു എന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാം. ഇത് എക്കാലത്തുമുള്ള മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഗുണപാഠമാണ്. മുസ്ലിമീങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുകയും അവരെ ഐക്യത്തോടുകൂടി മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ ഒരു ശത്രുവിനും അവരെ പരാജയപ്പെടുത്താൻ സാധിക്കുകയില്ല. ഇസ്ലാമിന്റെയും മുസ്ലിം സമൂഹത്തിന്റെയും എതിരാളികൾ ആ എതിരാളികൾക്ക് ഇങ്ങനെ ഭദ്രമായ ഒരു ഇസ്ലാമിക സമൂഹത്തെ നേരിടാൻ ഒരിക്കലും സാധിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് ഈ സമൂഹത്തിന്റെ ഇടയിൽ ഛിദ്രത ഉണ്ടാക്കാനും അവരെ പരസ്പരം ഭിന്നിപ്പിക്കാനും അഭിപ്രായ വ്യത്യാസങ്ങളും പരസ്പര വൈരുദ്ധ്യങ്ങളും കൂടുതൽ അവർക്കിടയിൽ വളർത്തിയെടുക്കാനുമാണ് എക്കാലത്തും ഇസ്ലാമിനെ തകർക്കാൻ ശ്രമിച്ച ശത്രുക്കൾ പരിശ്രമിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇതേ അടവുകൾ തന്നെയാണ് ജൂതന്മാരും പ്രയോഗിച്ചിരുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ ഒരു തെളിവ് ഒരിക്കൽ ഷാസ് ഇബ്നു ഖൈസ് എന്ന് പറയുന്ന ഒരു ജൂത നേതാവ്, അദ്ദേഹം ഇങ്ങനെ മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയ്ക്ക് ശേഷം വളരെയൊന്നും തന്നെ കൂടുതൽ മുന്നോട്ട് പോയിട്ടില്ല, സമീപകാലത്താണ് ഹിജ്റ സംഭവിച്ചത്. ആ ഒരു ഘട്ടത്തിലാണ് ഷാസ് ഇബ്നു ഖൈസ് എന്ന് പറയുന്ന ജൂത നേതാവ് അറബികളായ ഒരു സമൂഹത്തിന്റെ അടുത്തുകൂടി നടന്നു പോകാൻ ഇടവന്നത്. അദ്ദേഹത്തിന് അവരുടെ ഒരു അടുപ്പവും അവർ തമ്മിലുള്ള ഒരു ബന്ധവും അവർക്കിടയിൽ കാണപ്പെടുന്ന രീതിയിലുള്ള ഒരു സ്നേഹവും ഇത് അങ്ങേയറ്റം അദ്ദേഹത്തെ കുപിതനാക്കുകയുണ്ടായി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടേതായ ഈ നിലപാട് തുടരണമെന്നുണ്ട് എങ്കിലും അതുപോലെ ജൂത സമൂഹത്തിന്റെ ഈ മേധാവിത്വം നിലനിർത്തണമെന്നുണ്ട് എങ്കിലും ഈ വിഭാഗം ഇങ്ങനെ പോയാൽ പറ്റുകയില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പോൾ എങ്ങനെയാണ് ഇവർക്കിടയിലെ പിളർപ്പുണ്ടാക്കുക, അവരെ പരസ്പരം അടിപ്പിക്കുക, ഇതായിന്ന് പിന്നെ അദ്ദേഹം ചിന്തിച്ചത്. അങ്ങനെ ചെറുപ്പക്കാരായ ചില ജൂതന്മാരെ ശട്ടം കെട്ടി അവരുടെ അടുത്തേക്ക് പറഞ്ഞയക്കുകയും ഇങ്ങനെ സംസാരത്തിന്റെ മധ്യത്തില് പഴയ ചില സംഭവങ്ങളും മറ്റുമൊക്കെ അനുസ്മരിപ്പിക്കുകയും ഈ ബുആസ് യുദ്ധം എന്ന് പറയുന്ന ഒരു യുദ്ധത്തെ സംബന്ധിച്ചുള്ള ആ ചർച്ചയിലേക്ക് സംസാരം എത്തിക്കുകയും ചെയ്യാൻ വേണ്ടി ഏർപ്പാട് ചെയ്തു അദ്ദേഹം. ബുആസ് യുദ്ധം എന്ന് പറയുന്നത് ഔസ് ഖസ്റജ് ഗോത്രങ്ങൾ തമ്മിൽ നടന്ന ഒരു സമരമാണ്. അതിൽ രണ്ട് വിഭാഗത്തിൽ നിന്നും കാര്യമായ വ്യക്തിത്വങ്ങൾ കൊല്ലപ്പെടുകയും അതുപോലെ തന്നെ രക്തം ചിന്തപ്പെടുകയും ചെയ്ത സംഭവമായിരുന്നു. ആ സംഭവത്തിലേക്ക് സംസാരം കൊണ്ടുപോവുകയും അങ്ങനെ അതിന്റെ പേരിൽ ഇവർക്കിടയിൽ ഒരു പിളർപ്പുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യണം എന്ന പ്ലാനോടുകൂടിയാണ് ഈ ഷാസ് ഇബ്നു ഖൈസ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം കുറെ ചെറുപ്പക്കാരെ ഇവരുടെ ഇടയിലേക്ക് പറഞ്ഞു വിട്ടത്. നമുക്ക് കാണാൻ സാധിക്കും ആ ചെറുപ്പക്കാരായ ആളുകൾ ഈ പ്ലാൻ അനുസരിച്ചുകൊണ്ട് അവരുടെ ഇടയിലേക്ക് വരികയും അങ്ങനെ സംസാരവും മറ്റുമൊക്കെ മുന്നോട്ട് പോയ അവസ്ഥയിൽ ഈ സംഭവങ്ങളൊക്കെ പറയുകയും ഇവരുടെ നേതാക്കന്മാരും പൂർവ്വപിതാക്കന്മാരും തമ്മിൽ നടന്ന കലഹങ്ങൾ
അതിൽ ഓരോരുത്തരും ചെയ്ത വീരകൃത്യങ്ങള്, അതിനെ സംബന്ധിച്ചുള്ള അവദാനങ്ങൾ, പാട്ടുകൾ, ഇതൊക്കെ അവതരിപ്പിക്കുകയും ചെയ്തതോടുകൂടി ഈ വിഭാഗങ്ങളുടെ എല്ലാം തന്നെ മനസ്സിൽ മാറ്റമുണ്ടാകുന്നു. അവർ പഴയ ആ ജാഹിലിയത്തിലേക്ക് തിരിച്ചു പോകുന്നു. അവരുടെ കൂട്ടത്തിൽ നിന്ന് ചിലർ എഴുന്നേറ്റുകൊണ്ട് എന്നാൽ നമുക്ക് ഒന്ന് പകരം ചെയ്യണമല്ലോ എന്നുള്ള രൂപത്തിൽ സംസാരിക്കുന്നു. അപ്പോൾ എന്നാൽ നമുക്ക് നോക്കാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മറുപക്ഷത്തു നിന്നും ചാടി എഴുന്നേൽക്കുന്നു. ഇങ്ങനെയുള്ള ബഹളവും പരസ്പരം കലഹവും ഒക്കെ അവർക്കിടയിൽ തുടങ്ങുന്ന സന്ദർഭത്തിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ അടുത്തേക്ക് വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംഗതികളെല്ലാം തന്നെ പിടികിട്ടുകയും ഈ വിഭാഗത്തെ തന്റേതായ ആ ഇസ്ലാമിക സാഹോദര്യത്തിൽ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ സന്ദർഭോചിതമായി ഇടപെട്ടുകൊണ്ട് ആ പ്രശ്നം പരിഹരിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാം. ഇതിനെ സംബന്ധിച്ചാണ് പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ തുതിഉ ഫരീഖൻ മിനല്ലദീന ഊതുൽ കിതാബ യറുദ്ദൂകും ബഅദ ഈമാനിക്കും കാഫിരീൻ. സത്യവിശ്വാസികളെ, നിങ്ങളെ വേദക്കാരായ ആളുകൾ പറയുന്നത് കേൾക്കാൻ നിന്നാൽ അവര് നിങ്ങളുടെ വിശ്വാസത്തെ മുഴുവൻ തന്നെ നശിപ്പിക്കുകയും നിങ്ങൾ അവിശ്വാസികളാക്കിക്കൊണ്ട് മാറ്റുകയും ചെയ്യും. യറുദ്ദൂകും ബഅദ ഈമാനിക്കും കാഫിരീൻ. മുസ്ലിമീങ്ങളായി മുഅ്മിനീങ്ങളായി എന്ന ആ അവസ്ഥ മാറി നിങ്ങൾ വീണ്ടും കാഫിറുകളായി പോകാൻ അവരെ അനുസരിക്കുക എന്നുള്ള നിലപാട്, അവർ പറയുന്നത് കേൾക്കുക എന്നുള്ള നിലപാട് നിങ്ങളെ കൊണ്ടെത്തിക്കുന്നതാണ്. വകൈഫ തക്ഫുറൂന വഅൻതും തുത്ലാ അലൈക്കും ആയാത്തുല്ലാഹി വഫീക്കും റസൂലുഹു. എങ്ങനെയാണ് നിങ്ങൾക്ക് കാഫിറുകളാകാൻ സാധിക്കുക? നിങ്ങൾക്കിടയിൽ അള്ളാഹുവിന്റെ പ്രവാചകനില്ലേ? ആ അള്ളാഹുവിന്റെ പ്രവാചകനല്ലേ നിങ്ങളെ വേദവാക്യങ്ങൾ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? വമൻ യഅ്തസിം ബില്ലാഹി ഫഖദ് ഹുദിയ ഇലാ സിറാത്തിൻ മുസ്തഖീം. ആര് അള്ളാഹുവിനെ മുറുകെ പിടിക്കുന്നുവോ അവർക്ക് നേരായ വഴിയിലൂടെ സഞ്ചരിക്കുവാനും ചൊവ്വായ മാർഗത്തിലൂടെ മുന്നോട്ടു പോകുവാനും സാധിക്കും. അപ്പോൾ അതുകൊണ്ട് അള്ളാഹുവിന്റെ പാശത്തെ മുറുകെ പിടിച്ചുകൊണ്ട് പ്രവാചകന്റെ പിന്നിൽ നിങ്ങൾ അണിനിരക്കുക, എങ്കിലേ നിങ്ങൾക്ക് മോചനം സാധ്യമാവുകയുള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം സംഭവത്തെ സംബന്ധിച്ച് ആയത്തുകളിലൂടെ അവരെ ധരിപ്പിക്കുന്നത് നമുക്ക് കാണാം. അതിനെ തുടർന്നുകൊണ്ട് തന്നെ വഅതസിമു ബിഹബില്ലാഹി ജമിഅ വലാ തഫറഖു. അല്ലാഹുവിന്റെ ദീനിനെ നിങ്ങൾ ഒന്നിച്ച് മുറുകെ പിടിക്കണം, നിങ്ങൾ പരസ്പരം ഭിന്നിക്കരുത് എന്നുള്ള രൂപത്തിലുള്ള നിർദ്ദേശങ്ങളും നൽകപ്പെടുന്നു. അപ്പോൾ ഒന്നാമതായി അവർ ശ്രമിച്ചത് ഈ ഐക്യത്തെ പകർക്കുക എന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു. അങ്ങനെ മുസ്ലിം സമൂഹത്തിലെ ഈ അൻസാറുകളും മുഹാജിറുകളും തമ്മിലുള്ള ഐക്യം, അതുപോലെ തന്നെ ഔസും ഹസ്റജും തമ്മിലുള്ള ഐക്യം, ഇങ്ങനെയുള്ള ഐക്യത്തെ ഇല്ലാതെയാക്കിക്കൊണ്ട് അവരുടെ ശക്തിയെ ക്ഷയിപ്പിക്കാൻ വേണ്ടി ജൂതന്മാർ ശ്രമിച്ചത് നമുക്ക് കാണാം. പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഖുർആനിക അധ്യാപനങ്ങളെയും ഒക്കെ പരിഹസിക്കുക, കളിയാക്കുക, തമാശയാക്കുക, ഈ രൂപത്തിൽ അതിനെ നിസ്സാരവൽക്കരിക്കാനുള്ള ഒരു ശ്രമവും ജൂതന്മാരുടെ ഭാഗത്ത് നിന്ന് നടത്തപ്പെടുന്നതായിട്ട് നമുക്ക് കാണാം. ഖുർആനിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ അതിന് അതിൻ്റെതായ ആ ചൈതന്യത്തിലും സ്പിരിറ്റിലും ഉൾക്കൊള്ളാതെ കണ്ട് അതിനെ തികച്ചും പരിഹാസപാത്രമാക്കാൻ വേണ്ടിയിട്ട് ദുരുപയോഗം ചെയ്യുന്നത് നമുക്ക് അവരുടെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അപ്പൊ അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കൽ സത്യവിശ്വാസികളോട് ദാനധർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി ആഹ്വാനം ചെയ്യുന്നു. ദാനധർമ്മങ്ങൾ ചെയ്യുന്നതിനെ വളരെ ഉന്നതമായ ഒരു ശൈലിയിൽ അള്ളാഹുവിന് കടം കൊടുക്കുക എന്നുള്ള ഒരു പദം പ്രയോഗിച്ചുകൊണ്ടാണ് അതിന് പ്രേരണ നൽകുന്നത്. നിങ്ങൾ അള്ളാഹുവിന് കടം കൊടുത്താൽ മതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന സമ്പത്ത്, ആ സമ്പത്ത് അള്ളാഹു നിർദ്ദേശിച്ച മാർഗങ്ങളിൽ ചെലവഴിക്കുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോവുകയല്ല, വീണ്ടും തന്നെ അത് അതിനേക്കാൾ കൂടുതലായി തിരിച്ചു കിട്ടുന്ന ഒരു രൂപത്തിലാണ് നിങ്ങൾ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ആശയമാണ് പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുകയും വിശ്വാസികളിൽ അങ്ങനെയുള്ള ഒരു ചിന്ത ഉണ്ടാക്കിയെടുക്കാനാണ് ശ്രമിക്കുകയും ചെയ്യുന്നത്. പക്ഷെ അതേ അവസരത്തിൽ ഇതിനെ ജൂതന്മാർ അള്ളാഹു വളരെ ദരിദ്രനാണ്, ഞങ്ങളാണ് ധനവാന്മാർ, അതുകൊണ്ട് അള്ളാഹു ഞങ്ങളോട് ചോദിക്കുകയാണ്, ഞങ്ങൾ അള്ളാഹുവിനേക്കാൾ ഉയർന്നവരാണ് എന്നാണ് മുഹമ്മദ് പ്രചരിപ്പിക്കുന്നത് എന്ന രീതിയിൽ അതിനെ പരിഹസിച്ചുകൊണ്ട് അതിനെ കളിയാക്കിക്കൊണ്ട് പറയുക സാധാരണ പതിവായിരുന്നു. അതിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ലഖദ് സമിഅ അല്ലാഹു ഖൗലല്ലദീന ഖാലൂ ഇന്നല്ലാഹ ഫഖീറുൻ വനഹ്നു അഗ്നിയാ.
അള്ളാഹു കേട്ടിട്ടുണ്ട് ചില ആളുകളുടെ വർത്തമാനങ്ങൾ. അവർ പറയുകയാണ്, ഇന്നല്ലാഹ ഫഖീറുൻ വനഹ്നു അഗ്നിയ, അള്ളാഹു ദരിദ്രനാണ്, ഞങ്ങളാണെങ്കിൽ സമ്പന്നരുമാണ് എന്ന് പറയുന്ന ആളുകളുടെ വാക്കുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല കേട്ടിട്ടുണ്ട്. സനക്തുബു മാ ഖാലു, അവരെന്താണോ പറയുന്നത് അതെല്ലാം തന്നെ നാം രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. വ ഖത്ലഹുമുൽ അംബിയാ ബിഗൈരി ഹഖ്ഇൻ, ഇതിനു മുമ്പ് പ്രവാചകന്മാരെ, നിർദോഷികളായ പ്രവാചകന്മാരെ, നിരപരാധികളായ പ്രവാചകന്മാരെ അവർ കൊന്നിരുന്നു എന്ന കാര്യവും നാം അവരുടെ പേരിൽ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. വനഖൂലു ലൂഖു അദാബൽ ഹരീഖ്, നാളെ പരലോകത്തിൽ ഏറ്റവും കരിച്ചു കളയുന്ന ശിക്ഷയായിരിക്കും നാം അവരെ ആസ്വദിപ്പിക്കുക എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അപ്പോൾ ഈ രീതിയിൽ പ്രവാചകനെ കളിയാക്കുക, അതുപോലെ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം റായിന എന്നുള്ളത് റായിന എന്ന് അതിനെ വളച്ചൊടിച്ചുകൊണ്ട് പറയുക, ഇതൊക്കെ അവരുടെ രീതിയായിരുന്നു. സാധാരണ അറബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ വേണ്ടത്ര മനസ്സിലായിട്ടില്ല എങ്കിൽ റായിന എന്ന് നബിയോട് പറയുമായിരുന്നു. റായിന എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലായില്ല, ഞങ്ങൾക്ക് അതും കൂടി ഒന്ന് വിശദീകരിച്ചു തരണം, ഞങ്ങളെയും കൂടി ഒന്ന് പരിഗണിക്കണം എന്നുള്ള അർത്ഥമാണ് ആ വാക്കിനുള്ളത്. അതേ അവസരത്തിൽ ഇതേ വാക്കുകൾ ജൂതന്മാരായ ആളുകൾ കുറച്ച് വക്രീകരിച്ചുകൊണ്ട് റായിന, ഞങ്ങളുടെ ഇടയ എന്നുള്ള അർത്ഥത്തിൽ പ്രവാചകനെ കളിയാക്കിക്കൊണ്ട് അത് പ്രയോഗിക്കാറുണ്ടായിരുന്നു. അതുപോലെ അസ്സലാമു അലൈക്കും എന്ന് മുസ്ലിമീങ്ങൾ സാധാരണ അഭിസംബോധന ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ ശാന്തിയും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പറയുന്നതിന് പകരം അസ്സലാമു അലൈക്കും എന്ന ധൃതിയിൽ വന്നുകൊണ്ട് അസ്സലാമു അലൈക്കും, താങ്കൾ നശിച്ചു പോകട്ടെ എന്നുള്ള രീതിയിൽ വക്രീകരിച്ചുകൊണ്ട് പറയുന്ന ശൈലിയും ജൂതന്മാർ സ്വീകരിക്കുമായിരുന്നു. അപ്പോൾ ഈ രീതിയിൽ പ്രവാചകനെയും വേദഗ്രന്ഥത്തെയും വേദവാക്യങ്ങളെയും ഒക്കെ പരിഹസിക്കുക, അതിനെ കളിയാക്കുക എന്ന ഒരു നിലപാടും ജൂതന്മാർ ഈ ഘട്ടത്തിൽ സ്വീകരിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അങ്ങനെ അതെല്ലാം തന്നെ അവരുടെ ഉള്ളിൽ ഈ ആദർശത്തോടും പ്രവാചകനോടുമുള്ള വെറുപ്പും വൈരാഗ്യവും എത്രത്തോളമായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നതാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെയാണ് ഈ മദീനയിൽ വന്നതോടുകൂടി കപടവിശ്വാസികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം കൂടി ഇസ്ലാമിൽ ഉണ്ടായതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതായത് സാഹചര്യങ്ങൾ മാറിയപ്പോൾ പല പ്രമുഖരായ ഗോത്രങ്ങളും ആ ഗോത്രങ്ങളുടെ തലവന്മാരും ഒക്കെ മുസ്ലിമീങ്ങളായപ്പോൾ ഇനി ഇതല്ലാതെ രക്ഷയില്ല എന്ന് തോന്നുന്ന, അല്ലെങ്കിൽ ഇതിൽ ചേരുന്നതാണ് ഞങ്ങൾക്ക് ഗുണം, അത് അങ്ങനെ നടിക്കുന്നതാണ് ഞങ്ങളുടെ താല്പര്യങ്ങൾക്ക് കൂടുതൽ അനുകൂലം എന്ന് കരുതുന്ന ചില കപടവിശ്വാസികൾ ഉണ്ടായിരുന്നു. ആ കപടവിശ്വാസികളുമായി വലിയ അടുത്ത ബന്ധങ്ങൾ സ്ഥാപിക്കുകയും അവരുമായി ചങ്ങാത്തം സ്ഥാപിക്കുകയും അവരുമായി ഗൂഢാലോചനകൾ നടത്തുകയും ചെയ്യുന്നതിലും ഈ ജൂതന്മാരുടെ പങ്ക് വളരെ പ്രസിദ്ധമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂൽ എന്ന് പറയുന്ന ഈ കപടവിശ്വാസികളുടെ നേതാവും ഈ ജൂതന്മാരുടെ പല ഗോത്രങ്ങളുടെയും തലവന്മാരും തമ്മിൽ വളരെ അടുത്ത ബന്ധങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. മാത്രമല്ല പല സന്ദർഭങ്ങളിലും നിങ്ങളെ മുഹമ്മദ് ഒന്നും ചെയ്യുകയില്ല, ആ മുഹമ്മദിനെ നിങ്ങളിൽ നിന്ന് തടഞ്ഞു നിർത്താനുള്ള കെൽപ്പ് ഞങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ജൂതന്മാരെ പ്രോത്സാഹിപ്പിക്കുകയും പ്രേരിപ്പിക്കുകയും അവരോടൊപ്പം നിൽക്കുകയും ചെയ്യുന്ന നിലപാടും അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് സ്വീകരിക്കുമായിരുന്നു. അപ്പോൾ അവർ തമ്മിലുള്ള ഒരു അവിഹിതമായ ഒരു ബന്ധം, ഈ കപടവിശ്വാസികളും ജൂതന്മാരും തമ്മിലുള്ള ഒരു അവിഹിതമായ ഒരു ബന്ധം ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും ഇസ്ലാമിന്റെ ശക്തിക്കും വളർച്ചയ്ക്കും എതിരെ രൂപപ്പെട്ടു വന്നതായിട്ടും ഈ ഘട്ടത്തിൽ നമുക്ക് കാണാം. അതേപോലെ തന്നെ ജൂതന്മാർക്കിടയിൽ ചില നല്ല വ്യക്തിത്വങ്ങൾ ഉണ്ടായിരുന്നു. അബ്ദുല്ലാഹ് ഇബ്നു സലാം എന്നൊക്കെ പറയുന്ന ഇസ്ലാമിക ചരിത്രത്തിലെ വളരെ അറിയപ്പെടുന്ന വ്യക്തിത്വങ്ങൾ, ജൂതന്മാരുടെ ഇടയിൽ തന്നെയുള്ള മത പണ്ഡിതന്മാരും പുരോഹിതന്മാരുമായിട്ട് അറിയപ്പെട്ടിരുന്ന വിഭാഗത്തിലെ പ്രധാനിയായ ഒരു വ്യക്തിയായിരുന്നു അബ്ദുല്ലാഹ് ഇബ്നു സലാം എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം ഇസ്ലാമിലേക്ക് വരികയുണ്ടായി. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ജൂതന്മാർക്ക് എല്ലാവർക്കും ഒരു എതിരഭിപ്രായവുമില്ലാത്ത വ്യക്തിയായിരുന്നു. എല്ലാവരും സുസമ്മതമായി അംഗീകരിക്കുന്ന പണ്ഡിതനും അതുപോലെ തന്നെ എല്ലാം കൊണ്ടും എല്ലാവർക്കും സ്വീകാര്യരുമായ വ്യക്തിത്വമായിരുന്നു അബ്ദുല്ലാഹ് ഇബ്നു സലാം. പക്ഷേ ആ അബ്ദുല്ലാഹ് ഇബ്നു സലാം പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുകയും മുസ്ലിമായി തീരുകയും ചെയ്തതോടുകൂടി അദ്ദേഹത്തിനെതിരെ കുപ്രചരണങ്ങൾ നടത്തുവാനും അദ്ദേഹത്തെ തള്ളിപ്പറയാനും അതുപോലെയുള്ള നിലപാടുകളും ജൂതന്മാർ സ്വീകരിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഏത് സന്ദർഭങ്ങൾ ഉണ്ടായാലും ആ സന്ദർഭങ്ങളിലെല്ലാം ഇടപെട്ടുകൊണ്ട് അത് ഇസ്ലാമിന്റെ ഈ മുസ്ലിമീങ്ങളുടെയും അവരുടെ കീർത്തിയെ, അവരുടെ സൽപ്പേരിനെ നശിപ്പിക്കുന്നതിന് വേണ്ടിയും
വേണ്ടിയോ അല്ലെങ്കിൽ ദുരുപയോഗം ചെയ്യുന്നതിന് വേണ്ടിയോ ഉപയോഗപ്പെടുത്തുക എന്ന ഒരു നിലപാടും ജൂതന്മാർ സ്വീകരിച്ചത് നമുക്ക് കാണാം. ഇതിന്റെ ഏറ്റവും പ്രകടമായ തെളിവാണ് ഖിബില മാറ്റം എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്ന് ഏകദേശം 16-17 മാസക്കാലത്തോളം നമസ്കരിച്ചിട്ടുണ്ടായിരുന്നത് ബൈത്തുൽ മഖ്ദിസിലേക്കായിരുന്നു. ബൈത്തുൽ മഖ്ദിസിനെ അഭിമുഖമായി കൊണ്ടായിരുന്നു മദീനയിൽ നിന്നോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചിട്ടുണ്ടായിരുന്നു. നമസ്കാരത്തിൽ ഖിബിലയായി സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് കഅബയിലേക്ക് തിരിഞ്ഞുകൊണ്ട് നമസ്കരിക്കാനുള്ള ഉത്തരവ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. സൂറത്തുൽ ബഖറയിൽ പല സന്ദർഭത്തിലും നാം അതിന്റെ വിശദാംശങ്ങൾ കേട്ടതാണ്. അപ്പോൾ ആ രീതിയിലുള്ള ഖിബില മാറ്റം സംഭവിച്ചപ്പോൾ ജൂതന്മാർ അവർ ബൈത്തുൽ മഖ്ദിസിലേക്ക് തിരിഞ്ഞാണ് നമസ്കരിക്കാറ്. അപ്പോൾ മുഹമ്മദിന്റെ അനുയായികളും ഇത്രയും കാലം ബൈത്തുൽ മഖ്ദിസിലേക്ക് തിരിഞ്ഞ് നമസ്കരിച്ചത് അതെല്ലാം തന്നെ പാഴായി പോയോ? അതൊക്കെ വിനഷ്ടമായി പോയില്ലേ? എന്താണ് ഇപ്പോൾ ഇങ്ങനെ മുഹമ്മദിന്റെ പൂർവ്വപിതാക്കന്മാരായ ഇബ്രാഹിമിന്റെയും പൂർവ്വ നിലപാടിൽ നിന്ന് മാറിക്കൊണ്ട് ഇബ്രാഹിമിന്റെ ഖിബിലയിലേക്ക് തിരിഞ്ഞു പോകുന്നത് എന്നൊക്കെയുള്ള രീതിയിലുള്ള പ്രചാരണങ്ങൾ അവർ തൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സാധാരണക്കാരായ മുസ്ലിമീങ്ങൾക്കിടയിൽ ഇത് ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെയാണ് എങ്കിൽ ഇതുവരെ നമസ്കരിച്ച ആളുകളുടെ നമസ്കാരമൊക്കെ ബാത്തിലായി പോയോ? ഇങ്ങനെയൊക്കെ സാധാരണക്കാരോട് പല രൂപത്തിലുള്ള സംശയങ്ങളും ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു ശല്യം ചെയ്യുന്ന നിലപാടും ജൂതന്മാർ സ്വീകരിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിനൊക്കെ മറുപടിയായിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ഇറക്കിക്കൊണ്ട് വലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബ് ഫഅയ്നമാ തുവല്ലു ഫസമ്മ വജ്ഹുല്ലാഹ്, നിങ്ങൾ കിഴക്കോട്ടാണോ തിരിയുന്നത് അല്ലെങ്കിൽ പടിഞ്ഞാറോട്ടാണോ തിരിയുന്നത്, അത് ഏത് ഭാഗത്തേക്ക് തിരിയുന്നു എന്നുള്ളതല്ല പ്രശ്നം. അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങോട്ട് തിരിയാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്നുവോ അങ്ങോട്ട് തിരിയാൻ നിങ്ങൾ സന്നദ്ധരാണോ അല്ലേ എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ ഒരു യഥാർത്ഥ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ അല്ലാഹു ഇന്ന ഭാഗത്തേക്ക് തിരിയണം എന്ന് പറയുമ്പോൾ അങ്ങോട്ട് തിരിയുന്നു, അല്ല ഇന്ന ഭാഗത്തേക്കാണ് ഇനി മുതൽ നമസ്കരിക്കേണ്ടത് എന്ന് പറയുമ്പോൾ അങ്ങോട്ട് തിരിയുന്നു. ഒരു യഥാർത്ഥ വിശ്വാസി അങ്ങനെയായിരിക്കുമെന്നും അവന്റെ വിശ്വാസത്തെ തെളിയിക്കുക, പരീക്ഷണങ്ങളിലൂടെ അതിന്റെ സത്യസന്ധത ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഈ നിലപാടുകളിലൂടെയൊക്കെ അവൻ ചെയ്യേണ്ടത് എന്നുമുള്ള രൂപത്തിൽ ആ കാര്യങ്ങൾ പരിശുദ്ധ ഖുർആൻ വിശദീകരിച്ച് പറയുന്നു. അപ്പോൾ ഇതെല്ലാം തന്നെ ചില സാമ്പിളുകൾ മാത്രമാണ്, ചില ഉദാഹരണങ്ങൾ മാത്രമാണ്. ഈ ഉദാഹരണങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ദീനിന്റെ പ്രവർത്തനവുമായി കൊണ്ട് മദീനയിലെ വളരെ വ്യവസ്ഥാപിതമായും മറ്റെല്ലാ ജനവിഭാഗങ്ങളുമായി ഏറ്റുമുട്ടാതെ കണ്ട് സൗഹാർദ്ദപൂർണമായും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഈ ഇസ്ലാമിന്റെ ഉയർച്ചയിലും വളർച്ചയിലുമൊക്കെ അസൂയ പൂണ്ട അതിന്റെ ശത്രുക്കൾ ഇതിനെതിരായിക്കൊണ്ട് പല രൂപത്തിലുള്ള അണിയറ നീക്കങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയും പലപ്പോഴും തന്നെ അത് പരസ്യമായ രീതിയിലുള്ള ശത്രുതയിലേക്ക് എത്തിപ്പെടുകയും പരസ്യമായ രീതിയിൽ പ്രവാചകനെയും അതുപോലെ സത്യവിശ്വാസികളെയും വിശുദ്ധ ഖുർആനെയും ഒക്കെ അവമതിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെടുകയും ചെയ്യുന്ന ഒരു രൂപത്തിലാണ് കാര്യങ്ങൾ ഉണ്ടായത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം മദീനയിൽ വന്നതിന് ശേഷവും ഇസ്ലാമിന്റേതായ പ്രവർത്തനങ്ങൾ തികച്ചും അനായാസേന നിർവഹിക്കുന്ന അല്ലെങ്കിൽ ഒരു പ്രയാസമോ ബുദ്ധിമുട്ടോ ഒന്നും തന്നെ ഇല്ലാതെ കണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമായിരുന്നില്ല ഉണ്ടായത്. നേരെ മറിച്ച് ആഭ്യന്തരമായ കലഹങ്ങളും ആഭ്യന്തരമായ രീതിയിലുള്ള എതിർപ്പുകളുമൊക്കെ മദീനയിലും തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശക്തിയായ രീതിയിൽ നേരിടേണ്ടി വന്നിരുന്നു എന്നുള്ളതാണ് ഈ ചരിത്രം നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. പക്ഷെ അതോടൊപ്പം തന്നെ തന്നോടൊപ്പം അണിനിരന്ന ഈ സമൂഹത്തെ വളർത്തിക്കൊണ്ടുവരികയും ഇസ്ലാമിന്റേതായ നടപടിക്രമങ്ങളും ഇസ്ലാമിന്റേതായ ശിക്ഷണശീലനങ്ങളും ഇസ്ലാം അവരിൽ വളർത്തിയെടുക്കാൻ ഉദ്ദേശിക്കുന്ന സ്വഭാവങ്ങളും പ്രവർത്തനങ്ങളുമൊക്കെ അവരിൽ ക്രമേണയായി നടപ്പാക്കിക്കൊണ്ട് ഒരു യഥാർത്ഥ ഒരു ഇസ്ലാമിക സമൂഹത്തെ പൂർണ്ണമായ അർത്ഥത്തിൽ സൃഷ്ടിച്ചെടുക്കാനുള്ള ആ പ്രവർത്തനവും തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റെടുത്ത് നിർവഹിക്കുന്നതാണ് ഈ മദീനയിലെത്തിയ ഈ ഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകന്റെ മാതൃക പിൻപറ്റിക്കൊണ്ട് ജീവിച്ചു മുന്നോട്ട് പോകുന്ന സജ്ജനങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ.